ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ആ സമയത്താണ് ഒരുപക്ഷെ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരും NGOസും ഒക്കെ അവിടെ ഷിപ്പുകൾ ഉൾപ്പെടെ വന്നപ്പോൾ അത് തടയൊക്കെ ഉണ്ടായി. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിൽ? ആക്ച്വലി ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ 44 രാജ്യങ്ങളിലെ 500ഓളം വോളണ്ടിയേഴ്സാണ് ഗ്ലോബൽ സുമത് ഫ്ലോട്ടില്ലയിൽ ഗാസയിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഗ്രേറ്റ തൻബർഗ് ആകട്ടെ, നെൽസൺ മണ്ടേലയുടെ പേരക്കുട്ടിയുണ്ട്, അതുപോലെ ഐറിഷ് സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ നമ്മുടെ ലോകത്തിലുള്ള പല ഭാഗത്തിലുള്ള സാമൂഹിക പ്രവർത്തകരായ മനുഷ്യർ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയൊരു ഉദ്യമത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ നമുക്കിവിടുന്ന് അവർക്ക് ആ തുക കണ്ടെത്താനും അതവിടെ ഡയറക്റ്റ് എത്തിക്കാനും വേണ്ടി മാത്രമേ ഞാൻ എഫേർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ ഫിസിക്കലി അവിടേക്ക് എത്തുക, അവർക്ക് വേണ്ട ഹ്യൂമനിറ്റേറിയൻ എയ്ഡുകൾ കൊടുക്കുക, ഈ ജനോസൈഡ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലാണ്. സോ രണ്ടും രണ്ട് തരത്തിലുള്ള പ്രവർത്തനമാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയത് വളരെ ചെറിയൊരു സഹായമാണ്. പക്ഷെ അവർ ചെയ്യുന്നത് വലിയൊരു എഫേർട്ടാണ്. കാരണം അത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ആ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ശ്രീലക്ഷ്മി ചെറിയ കാര്യമെന്ന് പറയുമെങ്കിലും അവരൊരു വീഡിയോ അയച്ചിരുന്നു. ഞാൻ കണ്ടു ആ വീഡിയോയിൽ കുഞ്ഞു കുട്ടികളൊക്കെ അങ്ങനെ അവർ താങ്ക്സ് പറയുന്നു, യോയോ പോലെയൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് അവർ. അതെന്ത് തോന്നി ആ വീഡിയോ ഉണ്ടപ്പോൾ? ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ കുറേ നേരം ആ വീഡിയോ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട്, കാരണം നമ്മളത് ചെയ്തത് മറന്നുപോയി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു. ഗസയിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരച്ഛൻ തലയില്ലാത്തൊരു കുഞ്ഞിൻ്റെ ശരീരം ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ പൊക്കി കാണിച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പെയാണ്. അങ്ങനത്തെയൊക്കെ അവസ്ഥകൾ പലസ്തീനിൽ നിന്നുള്ള വാർത്തകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവിടെ നിന്നും ആ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, അവരുടെ മുഖത്തൊരു പുഞ്ചിരി വളർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രധാനമായിട്ടും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ നിലവിൽ ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഞാൻ മരിച്ചു പോയാലും എനിക്ക് ഇന്ന് സമാധാനത്തോടു കൂടിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും, ഞാൻ ജീവിച്ചു, ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയാനുള്ള അത്ര സംതൃപ്തി ഇപ്പോൾ എനിക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഇവൻറ്റിനെ കുറിച്ച് മാത്രമാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച്? ശ്രീലക്ഷ്മി ആരാണ്, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ശ്രീലക്ഷ്മി നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എനിക്കൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, കൂട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ആളുകളൊക്കെ ഭയങ്കര ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ആളുകൾക്ക് ആരോടും മിണ്ടാനില്ല, സംസാരിക്കാനില്ല, അവരെ കേൾക്കാൻ ആളുകളില്ല. ആത്മഹത്യകൾ ഒരുപാട് കൂടി വന്നു. ആ ഘട്ടത്തിൽ എനിക്കും എൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. ആ അനുഭവം എങ്ങനെയാണ്, എന്നോട് ഇത്തിരി നേരം ഒന്ന് സംസാരിക്കാൻ കഴിയുമെന്നൊരു സുഹൃത്ത് ചോദിച്ചു. പക്ഷേ ഞാനെന്തോ തിരക്കിലായിരുന്നതുകൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ സൂയിസൈഡ് ചെയ്തു. അന്ന് എനിക്കുണ്ടായൊരു കുറ്റബോധമുണ്ട്. അതായത് ഞാനൊരു പക്ഷേ ഒന്ന് സംസാരിക്കാനോ അവനെ കേൾക്കാനോ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. മേ ബി ഒരുപാട് ആളുകളോട് ഒന്ന് സംസാരിക്കാൻ ട്രൈ ചെയ്തതിൻ്റെ കൂട്ടത്തിലായിരിക്കാം എന്നോട് മിണ്ടാൻ ശ്രമിച്ചത്. പക്ഷേ ഞാനും ഈ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൻ്റെ സ്ട്രഗിളുകളിൽ എന്നെ കേൾക്കാൻ ആരും ഇല്ലാതിരുന്ന ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ മുൻവിധികളില്ലാതെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സ്പേസാണ് കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആളുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ വിളിക്കും, സംസാരിക്കും. ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും പ്രൊഫഷണൽ ഹെൽപ്പ് അഫോർഡബിൾ അല്ലാത്ത ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ, ഇനി അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് തോന്നുന്ന ആളുകൾക്ക് സംസാരിക്കാനും വന്നിരിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാറ്റ്ഫോമാണ്. അതിനെ ബേസ് ചെയ്തുള്ള വർക്കുകളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീലക്ഷ്മി. ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടരുക. നിങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണയുണ്ട്, എല്ലാവരും ഒപ്പമുണ്ട്. ഏറ്റവും പ്രധാന കാര്യം സഹജീവികൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതിന് ശ്രീലക്ഷ്മിക്ക് സാധിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ സജീവ് പൂത്തികളുടെ ഓഫ് കൈരളി.